ഹായ് ഹോൾ, നമ്മളെല്ലാവരും ഉള്ളിവട കഴിച്ചിട്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഒരു മുട്ട ഉള്ളിവട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനൊരു 3 സവാള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കായപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/2 കപ്പ് മൈദപ്പൊടി, അതേപോലെ തന്നെ 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ട് 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് മുട്ട കട്ട് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് ഉള്ളിയുടെ മസാലയിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കൈമലൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. മുട്ട നല്ലോണം ഈ മസാലയിലൊന്ന് കവർ ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ മുട്ട നമ്മൾ എണ്ണയിൽ ഇത് ഇട്ട് കൊടുക്കുന്നേരം പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഈ ഓരോ പീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഓരോ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം, ഉള്ളിയാണ്ട് വേഗം കരിഞ്ഞു പോകും. അങ്ങനെ മുട്ട ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി സ്നാക്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വൈകുന്നേരം ചായക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മളല്ലാണ്ട് സാധാ ഉള്ളിവടയൊക്കെ അല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അടിപൊളി മുട്ട ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യണേ. ഓക്കെ, ബായ്.